ഈ നിയമ സംവിധാനം മാറുന്നു എന്നെങ്ങനെ ഒരാളെ രക്ഷിക്കാനുള്ള എഫോർട്ട് പോലീസുകാരെടുക്കുന്ന മാറി അവൻ ചെയ്ത തെറ്റിനുള്ള പണി അവന് കൊടുക്കുന്നു. അന്നേ ഈ ലോകം രണ്ടാം. ഹേ ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞ് തുടങ്ങേണ്ട ഒരു വീഡിയോ ഒന്നുമല്ല ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ. കാരണം ഞാൻ ഇന്ന് ഈ ന്യൂസ് കണ്ട സമയത്ത്, അല്ലെങ്കിൽ ന്യൂസ് ഇന്നലെ തൊട്ട് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നല്ലോ, ഞാൻ ഈ പെൺകുട്ടീനെ മാത്രമാണ് നോക്കുന്നത്. ഈ പെൺകുട്ടിയുടെ എക്സ്പ്രഷൻ, ഈ പെൺകുട്ടിയുടെ ആറ്റിറ്റ്യൂഡ്, ഈ പെൺകുട്ടി അവിടെ കിടന്ന് സംസാരിക്കുന്നത്, ഈ ഒരു സാധനം കണ്ട സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, ഇനി ഇവൾക്കാണോ ഭ്രാന്ത് അല്ല നമുക്കാണോ ഭ്രാന്ത്? അല്ല ഇവളെ പേരിലാണോ ന്യൂസ് വന്നത്, നമ്മളെ പേരിലാണോ ന്യൂസ്? അല്ല ഇവളാണോ ഹണി ട്രാപ്പുകാരി അല്ലെങ്കിൽ നമ്മളാണോ ഹണി ട്രാപ്പുകാരി എന്ന് തോന്നുന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണ് ഈ പെൺകുട്ടീൻ്റെ സൈഡിൽ നിന്ന് വന്നത്. ഒരു ലെവലേശം ഉളുപ്പ്, അല്ലെ ഒരു ലെവലേശം ഒരു കരുണ, അല്ലെങ്കിൽ തൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയല്ലോ എന്ന് തോന്നുന്ന ഒരു തരത്തിലുള്ള ഇമോഷനും ഈ പെൺകുട്ടിയിൽ കാണാൻ സാധിച്ചിട്ടില്ല. ഇപ്പം ഞാൻ വളരെ ഷോക്കായിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഇരുന്ന് കാണുന്നത്. ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇതിൻ്റെ ഒരു 5-7 ക്ലിപ്സ് ഞാൻ ഇതിൻ്റെ ന്യൂസസ് കണ്ടു. ഇപ്പോൾ വൈകുന്നേരം വന്നിട്ടും ഞാൻ ഈ ന്യൂസ് കണ്ടു. ഈവൻ ഈ പെൺകുട്ടിയുടെ ഈ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടാണോ അറിയില്ല, മീഡിയക്കാരൊക്കെ ഫുള്ളി ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പെൺകുട്ടീനെ മാത്രമാണ്. ആളുടെ വീഡിയോസ്, ആളുടെ ക്ലിപ്സ്, കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ട്രെൻഡിങ് ആയി പോകുന്നത്. ഇതാണ് ആറ്റിറ്റ്യൂഡ്, ഇതാണ് മാസ് ആറ്റിറ്റ്യൂഡ്. എന്തോ വലിയ പുരസ്കാരം നേടി ഒരു കാര്യമൊക്കെ ചെയ്തു വന്ന് നിൽക്കുന്ന പോലെയോ, അല്ലെങ്കിൽ രാജ്യസ്നേഹം കൊണ്ട് എന്തോ ഒരു കാര്യം ചെയ്ത പോലെയൊക്കെയാണ് ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇത് കണ്ട സമയത്ത് സംസാരിക്കണമെന്ന് തോന്നി, ഈ ഒരു ഫേസ് കണ്ട സമയത്ത് സംസാരിക്കണം എന്ന് തോന്നി എടുക്കുന്ന വീഡിയോ. ഞാൻ സീരിയസ്ലി പറഞ്ഞ ഇന്നൊരു വീഡിയോ എടുക്കാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല, ഹെൽത്ത് വൈസ് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട്. പക്ഷെ പിന്നെ ഞാൻ കരുതി പറ്റുന്നത് പോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം. സോ ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം ഞാൻ പറയുന്നതിന് മുമ്പ് നമുക്ക് മെയിൻ കേസ് എന്താ എന്നുള്ളത് നോക്കാം. വീട്ടിൽ ഷുക്കൂർ മകൾ 27-കാരി ഷഫാന ഷുക്കൂർ, ആൺസുഹൃത്ത് തൃപ്പൂണിത്തുറ ഇരുമ്പനമ്മനയിൽ മഠം വേണുഗോപാൽ മകൻ 32-കാരൻ അമൽ വേണുഗോപാൽ, സുഹൃത്തുക്കളായ ജോൺ രാഹുൽ, ആനന്ദ് മുരുകൻ, ഇവർ 4 പേരും ചേർന്നൊരുക്കിയ കെണിയിൽ വീണത് കൊല്ലം സ്വദേശിയായ ഭിന്നശേഷിക്കാരൻ അമൽ ദേവ്. സമൂഹ മാധ്യമം വഴിയാണ് അമൽ ദേവ് സഫാനയെ പരിചയപ്പെട്ടത്. സ്ഥിരമായി സഫാനയ്ക്ക് മെസ്സേജുകൾ അയച്ചിരുന്നു. ഒടുവിൽ ഞായറാഴ്ച വൈപ്പിനിൽ കാണാമെന്ന് അമൽദേവ് സഫാനയോട് പറഞ്ഞു. എന്നാൽ വൈപ്പിന് പകരം കടവന്ത്ര മനോരമ ജംഗ്ഷനിലെ ഹോട്ടലിലേക്ക് വരാൻ സഫാന അമൽദേവിനോട് ആവശ്യപ്പെട്ടു. ഹോട്ടലിലെത്തിയ അമൽദേവ് കാണുന്നത് സഫാനയുടെ ആൺ സുഹൃത്ത് അമൽ വേണുഗോപാലിനെയും ജോൺ രാഹുലിനെയും ആനന്ദ് മുരുകനെയും. സഫാനയുടെ ഫോൺ ഉപയോഗിച്ച് അമൽ വേണുഗോപാൽ ആയിരുന്നു മെസ്സേജുകൾ അയച്ചിരുന്നതെന്ന് അപ്പോഴാണ് അമൽദേവ് തിരിച്ചറിഞ്ഞത്. സഫാനയുമായി ഏർപ്പെടാൻ ഇവർ അമൽദേവിനെ നിർബന്ധിച്ചു. വിസമ്മതിച്ചതോടെ അമൽദേവിനെ ഭീഷണിപ്പെടുത്തി വിവസ്ത്രനാക്കി. തുടർന്ന് പ്രതികൾ മാറി മാറി ഇയാളുടെ മുഖത്തടിക്കുകയും മുതുകിൽ ചവിട്ടുകയും ചെയ്തു. ഇതിനിടെ ടോർച്ച് ഉപയോഗിച്ച് അമൽദേവിന്റെ വലത് കൈപ്പത്തിക്കും അടിച്ചു. കേൾവി ശക്തിയും സംസാരശേഷിയും ഇല്ലാത്ത അമൽദേവിന്റെ ദൃശ്യങ്ങളും ഇവർ പകർത്തി. ജോൺ രാഹുലിനെയും ആനന്ദ് മുരുകനെയും ആദ്യം പിടികൂടി. സഫ്നയെയും അമലിനെയും ഇന്ന് ഉച്ചയ്ക്കാണ് വരാപ്പുഴയിൽ നിന്ന് കടവന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് ഈ ആസൂത്രണത്തിന്റെ ചുരുളഴിഞ്ഞത്. ഇരുവരും കാക്കനാട് വാഴക്കാലയിലെ വേഴ്സസ് ലോഡ്ജിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. സഫ്നയുടെ ഫോൺ ഉപയോഗിച്ച് അമലായിരുന്നു ഈ ഭിന്നശേഷിക്കാരനായ അമൽദേവിന് തുടർച്ചയായി മെസ്സേജുകൾ അയച്ചുകൊണ്ടിരുന്നത്. അന്ന് 22-ാം തീയതി രാത്രിയിൽ ആ ഹോട്ടലിലേക്ക് വരാനും അമൽ തന്നെയായിരുന്നു സഫ്നയുടെ ഫോണിലൂടെ നിർദ്ദേശിച്ചത്. പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റമടക്കം ചുമത്തിയ പോലീസ് 4 പേരെയും രാത്രി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സോ ഈ ന്യൂസ് മേ ബി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയുന്ന ന്യൂസുമാണ്. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ഈ ന്യൂസ് അറിയുന്ന ആൾക്കാർ തന്നെയായിരിക്കും ഇപ്പോൾ ഇവിടെ വന്ന് നിന്ന് ഈ വീഡിയോ കാണുന്നത് എന്ന് എനിക്കറിയാം.
അപ്പം ഒരു പെൺകുട്ടിയും 3 പുരുഷന്മാരും ചേർന്ന് ഒരു ഭിന്നശേഷിക്കാരനായുള്ള കൊല്ലം സ്വദേശീനെ വിളിച്ചു കൊണ്ടുവന്ന് സദ്യയ്ക്ക് പകരം വേറെന്തൊക്കെയോ വിളമ്പിയ ഒരു കഥ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ഹണി ട്രാപ്പ് പരിപാടി, അങ്ങനെ തന്നെ പറയാലോ. കാരണം ഇൻസ്റ്റഗ്രാമിൽ അവളാണെന്ന് പറഞ്ഞ് ചാറ്റ് ചെയ്തത് അവനാണ്. ചാറ്റ് ചെയ്തിട്ട് പബ്ലിക് ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്ന് കാണാമെന്ന് പറഞ്ഞവൻ്റെ അടുത്ത് വേണ്ടിട്ടാ നീ ഹോട്ടലിൽ വടാന്ന് പറഞ്ഞതും അവരാണ്. അപ്പം ഇവരുടെ ഒരു മെയിൻ എയിം കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തിനെ നന്നായി ഉപദ്രവിക്കുകയും പല കാര്യങ്ങൾ ചെയ്യാൻ പറയുകയും അത് ചെയ്യാൻ വില്ലിങ് ആവാത്തതിൻ്റെ ഭാഗമായിട്ട് ആ വ്യക്തിനെ കയറി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും തല്ലുകയും ചവിട്ടുകയും അദ്ദേഹത്തിൻ്റെ കൈ അതാക്കുകയും ഒന്നുമില്ലെങ്കിൽ ഒരു ഭിന്നശേഷിക്കാരനാണെന്ന് പോലും കൺസിഡർ ചെയ്യാണ്ട് ക്രൂരമായ കാര്യങ്ങളാണ് ഇവർ ടീമായിട്ട് ചെയ്ത് കൂട്ടിയിട്ടുള്ളത്. നമുക്ക് പറയുന്നതിനൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട് യൂട്യൂബിൽ, അതുകൊണ്ടാണ് ഞാൻ പച്ചയ്ക്ക് പറയാത്തത്. ഈവൻ ന്യൂസ് കണ്ടിട്ടുള്ള നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തൊക്കെയാണ് ജെജിയും ചേട്ടനും കൂടെ ഗണിച്ച് കൂട്ടിയത് എന്നുള്ളത്. അപ്പം ഇവിടെ കുറേ ആൾക്കാർ ഞാൻ കമൻസിൻ്റെ സൈഡിൽ എന്തായാലും പെൺകുട്ടിക്ക് അഗെയിൻസ്റ്റ് നല്ല നെഗറ്റീവ് വരുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ വരണം. 27 വയസ്സ് എന്ന് വെച്ചാൽ എൻ്റെ പ്രായമൊക്കെ ഉള്ളൂ. ഇമാതിരി തോന്നിവാസം ചെയ്തിട്ടും അവൾ അവിടെ നിൽക്കുന്ന സമയത്ത് അവളുടെ ആറ്റിറ്റ്യൂഡ് അവളുടെ അഹങ്കാരം കാണുന്ന സമയത്താണ് നമ്മളൊക്കെ ഞെട്ടിപ്പോകുന്നത്. കാരണം ഒരു കുറച്ച് ഉളുപ്പുള്ള ഒരു പെണ്ണ് ഇങ്ങനെ ചെയ്യാൻ പറ്റൂല. ആൻഡ് ഞാൻ സീക്രട്ട് ഏജൻ്റെ വീഡിയോയിൽ ചില കമൻസിൻ്റെ സൈഡിൽ ഇവൾക്ക് കല്യാണം കഴിഞ്ഞു അവൾക്ക് 2 കുട്ടികളുണ്ട് എന്നൊക്കെ ആരൊക്കെയോ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും വളരെ ക്ലിയർ കട്ടായിട്ട് ഞാൻ പറഞ്ഞത് ഈ പെൺകുട്ടി എന്തോ ഒരു ഡ്രഗ്സിന് അഡിക്റ്റാണ്. എൻ്റെ ഈ 4 കൊല്ലത്തെ ഡി അഡിക്ഷൻ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്തോ ഒരു സാധനത്തിന് അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടിയാണ്, അല്ല എന്തോ ഒരു സാധനം യൂസ് ചെയ്തിട്ടുണ്ട്. അവളുടെ നൃത്തവും ആറ്റിറ്റ്യൂഡും കണ്ടാൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ കുറച്ച് ആൾക്കാരെങ്കിലും ചിലപ്പോൾ ഈ ഭിന്നശേഷിക്കാരനെ കുറ്റം പറയുന്നുണ്ടാവും. അവൻ ഓടിച്ചെന്ന് അതിൻ്റെ ഉള്ളിൽ കയറിയത് കൊണ്ടല്ലേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ ഭിന്നശേഷിക്കാരൻ്റെ വളരെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ഇതിലോട്ട് പറഞ്ഞിട്ടില്ല. യുവാവ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഒരു ചെക്കനായിരിക്കും, കല്യാണം കഴിക്കാത്ത ഒരാളായിരിക്കും. അപ്പോൾ അവർ അത്യാവശ്യം ഇന്ന് ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് പോലെയുള്ള പ്ലാറ്റ്ഫോം. വാട്സപ്പ് നമ്മുടെ പേഴ്സണലാണ്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടറിയാം. അതിൽ ചാറ്റ് ചെയ്യുന്നത് മുഴുവൻ നമുക്കറിയുന്ന ആൾക്കാരോടൊന്നുമല്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ പല ആൾക്കാരെ കാണുന്നു, പരിചയപ്പെടുന്നു, അങ്ങനെ ചാറ്റ് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ ഇത് വലിയ ഐറ്റമാണെങ്കിൽ ഇന്നിത് വളരെ കോമൺ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇയാൾ ഓട്ടോമാറ്റിക്കലി നോക്കിയ സമയത്ത് ഒരു പെൺകുട്ടീനെ കണ്ടു. പിന്നെ ഭിന്നശേഷിക്കാരനായതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഗെറ്റ് കമ്മിറ്റഡ്. വളരെ എളുപ്പമൊന്നുമല്ല ഒരു പെൺകുട്ടിയായി കമ്മിറ്റഡ് ആവാൻ. പുള്ളി ചിലപ്പോൾ ഇതിനു മുമ്പ് നോക്കുന്ന സമയത്ത് പുള്ളിക്ക് പല പ്രണയങ്ങളും ചിലപ്പോൾ പുള്ളിയുടെ ഈ ഒരു ഡിസബിലിറ്റി പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഇഗ്നോർ ചെയ്തിട്ടുണ്ടാവാം. അപ്പം അതിൻ്റെ ഭാഗമായി ഒരു സുന്ദരിയായ പെൺകുട്ടി ഇങ്ങോട്ട് കയറി അപ്രോച്ച് കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അയാൾ ഈ കുട്ടിയായിട്ട് കമ്മിറ്റഡായി. അയാളുടെ സൈഡിൽ ഇൻറ്റൻഷൻ വളരെ മോശമായിരുന്നെങ്കിൽ അയാൾ ഈ പെൺകുട്ടീനെ എവിടേക്ക് വിളിച്ചേനെ? ഹോട്ടലിലോട്ട് വിളിച്ചേനെ. അയാളൊരു പബ്ലിക് സ്പേസിൽ വെച്ച് കാണാമെന്നാണ് പറഞ്ഞത്. ആൻഡ് ആ സ്പേസ് വേണ്ട, ഹോട്ടലിലോട്ട് വന്നാതി എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ കാറ്റഗറി ഓഫ് ആൾക്കാരാണ്. ആൻഡ് ഒരു അൺനോൺ പേഴ്സണെ കണ്ട് മനസ്സിലാക്കുക, ചാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ്. ചാറ്റ് ചെയ്ത് കമ്പനി അതിൻ്റെ ഭാഗമായിട്ട് അവർ വിളിച്ച് അവരുടെ ഒരു ട്രസ്റ്റിൻ്റെ പുറത്ത് ഹോട്ടലിൽ പോവുക എന്ന് പറയുന്നത് അത് ഈ ഒരു വ്യക്തിനെ സംബന്ധിച്ചിട്ട് അയാൾ ഒരിക്കലും ഇതിലൊരു ഹണി ട്രാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ എന്നെ ചീറ്റ് ചെയ്യാണ്, എന്നെ അങ്ങനെ ചെയ്യാണ്, ഇങ്ങനെ ചെയ്യാമെന്നൊന്നും കരുതിയിട്ടുണ്ടാവില്ല. എന്തായാലും ഒരു ഭിന്നശേഷിക്കാരനാണെങ്കിൽ അയാൾ എന്തായാലും ചാറ്റിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ പെണ്ണിൻ്റെ അടുത്ത് ഓപ്പണായി പറഞ്ഞിട്ടുണ്ടാവും, എനിക്കിങ്ങനെ ചെവി ഇതൊന്നുമില്ല, അപ്പോൾ നീ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എന്നെ നോക്കിയാൽ മതി, ഇല്ലേ നീ വെറുതെ എന്നെ നോക്കാൻ നിൽക്കണ്ട. ഈ കാര്യങ്ങളൊക്കെ എന്തായാലും വളരെ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ആളുമായിട്ട് അറ്റാച്ച്മെൻറ്റ് വെച്ച്, അതും ഇതിൽ പറയുന്നത് കുറച്ച് കാലം ഇവർ ചാറ്റ് ചെയ്തു, അതിന് ശേഷമാണ് ഇങ്ങോട്ട് പോകുന്നേ എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലായത് ഇവർ ഈ പെർട്ടിക്കുലർ വ്യക്തിനെ പിടിക്കുമ്പോൾ കരുതിയത് ഇതൊരു കേസ് ആവില്ല, ഇയാൾ മിണ്ടാണ്ട് വായടച്ച് നിൽക്കും. കാരണം ഈ ഡിസബിലിറ്റി ഉള്ള ആളായതുകൊണ്ട് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു സാധനമാണ്. എങ്ങനെയെങ്കിലും അടിച്ചു കൂട്ടി കുറച്ച് പൈസയും വാങ്ങി ഇവർക്ക് ഇവരുടെ തോന്നിവാസവും ചെയ്ത് പോവാം എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു പ്ലാൻ. എന്നാൽ ഇത് പുറത്തോട്ട് വന്നു. എന്നാൽ വന്നാലെങ്കിലും ഞാൻ ആലോചിക്കുന്ന ഈ പെൺകുട്ടിക്ക് വീട്ടിൽ അച്ഛൻ, അമ്മ, സഹോദരൻ, കുടുംബക്കാർ എന്ന് പറയുന്ന ഈ സാധനമൊന്നുമില്ലേ? ഇനി ബാക്കി മീഡിയക്കാരെ മുമ്പിൽ വെച്ച് നന്നായി ഫോട്ടോ എടുക്കണേ, എൻ്റെ അടിപൊളി ഫോട്ടോ എടുക്കണേ എന്ന് പറയുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ കുടുംബക്കാരെയും വീട്ടുകാരെ കുറിച്ചിട്ടൊന്നും പിന്നെ ഇല്ല. അങ്ങനത്തെ ആലോചനകളോ ബോധമോ തിരിച്ചറിവോ ഉള്ള ഒരു ടീമുകൾ പോലും പോവില്ല. ഒരു ടീം പോലും ഇങ്ങനത്തെ ഓരോ തോന്നിവാസത്തിന് പോവില്ല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ
അമ്മേനെയും അച്ഛനെയും ഒന്നും കൺസിഡർ ചെയ്യാണ്ട് വായിക്ക് തോന്നിയ പോലെ നടക്കുന്ന ടീം തന്നെയാണ്. ആൻഡ് ഈ സുഹൃത്തുക്കൾക്ക് ലഹരി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ള കാര്യം പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഈ പെൺകുട്ടിക്ക് ഇതുവരെ ലഹരി ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലഹരി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഈ പുരുഷന്മാരുമായിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്ന് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവളെ കയറൂരി വിട്ടത്, അല്ലെങ്കിൽ ഇവള് ലഹരി ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് വീട്ടുകാർ തള്ളി ഒഴിവാക്കിയത്, അല്ലെങ്കിൽ തോന്നിവാസം പോലെ ജീവിക്കുന്ന ഒരു പെണ്ണ് തന്നെയാണ് എന്ന് ഞാൻ പച്ചയ്ക്ക് പറയുന്നു. ആൻഡ് ഞാൻ സീക്രട്ട് ഏജൻ്റെ വീഡിയോ കണ്ട സമയത്ത് അതിലാൾ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആ കമൻറ്റ് എനിക്കിവിടെ വായിക്കണം തോന്നി. ഇവരുടെയൊക്കെ ധൈര്യം നിയമത്തിന് അവരെ തൊടാൻ പറ്റില്ല എന്നുള്ളതാണ്. 100% ഞാൻ ഈ കമൻറ്റിനോട് യോജിക്കുന്നു. ഇട്ടതൊരു RYS എന്താണ് റിസിൽ സിബി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ്. കമൻറ്റ് പൊളിച്ചു കേട്ടോ, പൊളിച്ചു. സത്യം, നമ്മുടെ നിയമം ഇത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ചൊരു കോക്കനട്ട് ആയതുകൊണ്ടാണ് ഈ ക്രൈംസ് കൂടുന്നത്. നിങ്ങൾ ഈ കേരളത്തിൽ ഈ 2025-26 നടന്ന ക്രൈം റേറ്റ്സ് എടുത്തു നോക്കുക. ഇനി അത് വേണ്ട, ഈ കഴിഞ്ഞ 2 ആഴ്ച നടന്ന ക്രൈം റേറ്റ്സ് എടുത്തു നോക്ക്. എന്തൊക്കെ കേസുകളാണ് വരുന്നത്? അമ്മ കുട്ടീനെ, കുട്ടി അമ്മേനെ, അച്ഛനെ മകൻ, നീറ്റ് പരീക്ഷ, പിന്നെന്താണ് പെൺകുട്ടികൾ ഓരോ കുഞ്ഞു ഫോൺ കിട്ടിയില്ല, ഗെയിം കളിക്കാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള സ്വയം സെൽഫ് കാര്യങ്ങൾ, ഇങ്ങനെ എന്തൊക്കെ നൈരാശ്യം, പ്രണയം സമ്മതിച്ചില്ല, പിന്നെ പ്രണയം റിജക്റ്റ് ചെയ്തു, പിന്നെ തേച്ചു, അവനുമായി സംശയം, അവനോട് എന്തൊക്കെ കോക്കനട്ട് കേസുകളാണ് നമ്മൾ ഈ ഡെയിലി കേട്ടോണ്ടിരിക്കുന്നത്. ഇതൊക്കെ പിടിക്കുന്നുണ്ട്, ഇതിനൊക്കെ പിടിക്കുന്നുണ്ട്, എല്ലാം വേഗം പിടിക്കും. കാരണം ഒറ്റ നോട്ടത്തിൽ അറിയാമല്ലോ, ഇവനെ പിടിച്ച ഇവൻ്റെ ലാസ്റ്റ് ചാറ്റ് കാര്യം നോക്കി ആരും അറിയാം പിടിക്കാൻ. പിടിച്ച പണി കഴിഞ്ഞോ ഞങ്ങൾ പിടിച്ചിട്ടുണ്ടോ, ഞങ്ങൾ വിത്തിൻ 24 hours ഞങ്ങൾ പിടിച്ചു. എൻ്റെ കണ്ണ് റെഡ് കളറുണ്ടല്ലേ. വിത്തിൻ 24 hours ഞങ്ങൾ പിടിക്കാൻ ഞങ്ങളെ കഴിഞ്ഞിട്ട് വേറെ ആൾ പിടിച്ചോണ്ട് മാത്രമല്ല, കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കണം. ഒരു 150 ചാട്ടവാറ അടിയൊക്കെ കൊടുക്കുക തന്നെ അങ്ങോട്ട്. ഇത് ചെയ്യാൻ തോന്നരുത്. പിന്നെ ചെയ്യാൻ തോന്നുമ്പോൾ ആ ചട്ടവാറ അടിയുടെ ആ ചൂട് അങ്ങോട്ട് കിട്ടണം. അല്ലാതെ എന്താ ചെയ്യേണ്ടത്? ഈറ്റങ്ങളൊക്കെ പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈറ്റങ്ങളൊന്നും ഇനി ജീവിതകാലം പുറത്തോട്ട് വിടരുത്. ഇങ്ങനത്തെ ക്രൈം ചെയ്യുന്നത് ഒരു ശിക്ഷയും കൊടുക്കാണ്ട് ഇവർക്ക് അതിൻ്റെ ഉള്ളിൽ 600 രൂപ കൂലിയും കൊടുത്ത് ചപ്പാത്തിയും പൊറാട്ടയും തീറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ലെങ്കിൽ ഇതിനപ്പുറം നടക്കും. അത്ര നല്ല സർക്കാർ ഭരണമാണേ. അതിൻ്റെ താഴെ വന്ന കമൻറ്റാണ് എലിസബത്ത് സ്കറിയ. നോ, ഷീസ് എ മെൻ്റൽ പേഷ്യൻറ്റ്, മദർ ഓഫ് 2 children. ഞാൻ ജോലി ചെയ്ത ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് ആയിരുന്നു. അഡിക്ഷൻ വന്നതാണ് ഫോർ MTMA. അപ്പോൾ മേ ബി ഈ ന്യൂസിൽ പുള്ളിക്കാരി ലഹരി അല്ല അങ്ങനെ എന്തോ പറഞ്ഞ സമയത്താണ് ഷീസ് എ മെൻ്റൽ പേഷ്യൻറ്റ്, മദർ ഓഫ് 2 children. സത്യമാണോ എന്ന് എനിക്കറിയില്ല. 2 കുട്ടികളുടെ അമ്മയാണ്. എൻ്റെ പൊന്ന് അവരുടെ കുടുംബക്കാരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ മക്കളെ ഇവളെടുത്തൊന്ന് മാറ്റുക. നല്ല ഗവൺമെൻറ്റിന് കീഴിലുള്ള പുനരധിവാസ കേന്ദ്രത്തിലോ ഫോസ്റ്റർ കെയർ പോലുള്ള സെറ്റപ്പിൽ വിടുക. അല്ലെ ഇവളെടുത്തുന്നേ മാറ്റുക. കാരണം അവർക്ക് നല്ലൊരു ജീവിതം വേണം. ഹസ്ബൻഡ് എന്തായാലും എസ്കേപ്പ് ആയിട്ടുണ്ടോ. ഷീസ് എ മെൻ്റൽ പേഷ്യൻറ്റ്. ഞാൻ ജോലി ചെയ്ത ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് ആയിരുന്നു. അഡിക്ഷൻ വന്നതാണ് ഫോർ MDMA. അപ്പം ഏതോ ഒരാൾ ആർ യു ഷുവർ, മൊയ്തൂട്ടി എന്ന് പറയുന്ന വ്യക്തി ആർ യു ഷുവർ എന്ന് ചോദിക്കുന്നുണ്ട്. ആൻഡ് അവൾ പറയുന്നുണ്ട് യെസ് 100%. അപ്പം ഇതിൽ പറഞ്ഞത് പ്രകാരം പെൺകുട്ടി ഒരു MDMA പേഷ്യൻ്റ് ആണ് എന്നാണ് പറയുന്നത്. MDMA പേഷ്യൻ്റ് ആണ്, ഓക്കെ ഡി, നിൻ്റെ കയ്യിൽ നിന്ന് ഇത് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. സ്വന്തം ഫാമിലീനെ ചെയ്താൽ വരെ എൻ്റെ നല്ല ഫോട്ടോ എടുക്കണേ, നല്ല ക്ലാരിറ്റി ഉണ്ടാവണേ എന്ന് പറഞ്ഞ് നിൽക്കും. ഇന്ന് ഈ സമൂഹത്തെ കാർന്ന് നശിപ്പിക്കുന്ന ഒരു ലഹരി വസ്തു തന്നെയാണ് MDMA. ഒക്കെ മാറിയിട്ടോ. MDMA-നേക്കാൾ ഹൈടെക് ലഹരികൾ ഇന്ന് വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ലഹരീൻ്റെ ക്ലാസ്സിനല്ലാത്തതുകൊണ്ട് ഞാനതൊന്ന് മാറ്റി നിർത്തി ഞാൻ പറയുകയാണ്. കാരണം ഇങ്ങനത്തെയൊക്കെ പേഷ്യൻസിനെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയി, ഇപ്പം എനിക്കറിയാം, ഞാൻ കുറേ പേഷ്യൻസിനെ കാണുന്നതാണ്. അതിൽ ക്രിമിനൽ ബിഹേവിയർ ഉള്ള ആൾക്കാർക്കൊക്കെ എഗെയിൻസ്റ്റ് നമ്മൾ വലിയ രീതിയിലുള്ള ആക്ഷൻസ് എടുത്തില്ലെങ്കിൽ സമൂഹത്തിന് തന്നെ ഒരു വിഭക്ത. എനിക്ക് 100% ആണ്. ഇനി പോലീസുകാർ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഇവന്മാർ ചിലപ്പോൾ അവളെ രക്ഷിക്കാൻ പറയുകയാണെങ്കിലും ക്ലിയർ ആണ് എന്തോ ഒരു ലഹരി പെൺകുട്ടി യൂസ് ചെയ്യുന്നുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവളുടെ സ്വഭാവത്തിലും അവളുടെ ആറ്റിറ്റ്യൂഡിലും. ഒന്നില്ലെങ്കിലും നമ്മൾ ഈ അഡിക്ഷനിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 4-4.5 കൊല്ലമായിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇവളെ നോക്കി, ഇവളെ ഇവാലുവേറ്റ് ചെയ്ത്, ഇവളുടെ ബ്ലഡ് ടെസ്റ്റ്, ഇവളുടെ ഹിസ്റ്ററി എടുത്താൽ, ഇവളെ ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കൗൺസിലർ കോൺടാക്ട് ചെയ്താൽ കുറേ സാധനങ്ങൾ കിട്ടും. അതൊക്കെ ചെയ്യുകയോ ചെയ്യില്ല എന്നൊന്നും അറിയില്ല. നമ്മളെ സർക്കാർ ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ പ്രതീക്ഷയുമില്ല. കാരണം 2-3 ദിവസത്തേക്ക് ഇതൊരു ഡിസ്കഷനാവും, 4-ാം ദിവസം അടുത്ത കേസ് വരും, അല്ലാണ്ട് ഒരു മാറ്റവും ഉണ്ടാവില്ല. കാരണം ഇങ്ങനത്തെ ഇടയിൽ നമ്മൾ എത്തിപ്പെടാണ്ട് നിൽക്കാൻ ശ്രമിക്കുക, നമ്മൾ നന്നായി ജീവിക്കുക എന്നുള്ളൊരു പോയിന്റ് മാത്രമേ ഇതിലുള്ളൂ. അല്ലാണ്ട് കണ്ടിപ്പാ പ്രത്യേകിച്ച് ഒരു മാറ്റം ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ടും അറിയാം.
എന്തായാലും MDMA പേഷ്യൻ്റ് ആണെങ്കിൽ തന്നെ മെൻ്റൽ പേഷ്യൻ്റ് ആണ്. ഇനി MDMA മെൻ്റൽ പേഷ്യൻ്റ് ആണ് എന്നൊരു പ്രൂഫ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കോടതിയിൽ പോകുമ്പോൾ അത് മാനസിക രോഗമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലോട്ട് മാറ്റുമായിരിക്കും. എന്നിട്ട് അവിടെ നിന്ന് നല്ല ഭക്ഷണം ഇതൊക്കെ കൊടുത്തിട്ട് നല്ല ആരോഗ്യവതിയാക്കി പുറത്തോട്ട് ഇറക്കും. എന്നാലേ അടുത്ത ട്രാപ്പുകൾ ചെയ്യാൻ സാധിക്കും. കാരണം ഇങ്ങനത്തെ കേസുകൾ ഞാൻ ഡിസ്കസ് ചെയ്യാത്ത എന്തുകൊണ്ടാണ് അറിയോ? ഇപ്പോഴത്തെ സർക്കാരിനെയും ഈ നിയമ സംവിധാനത്തിനെയും ഞാൻ കടന്ന് പറഞ്ഞു. എൻ്റെ വായിൽ വരുന്ന എന്താണെന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കേസ് എടുക്കുന്നത്. നമ്മുടെ രേണു ചേച്ചിയൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്നത്. ഈ ഒരു ഓഡിയോയില് ഈ പെൺകുട്ടിയും ഈ പുരുഷന്മാരും സംസാരിക്കുന്ന കോൺവെർസേഷനിൽ വന്ന 2 സ്റ്റേറ്റ്മെന്റ്. ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കണേ എന്നുള്ളത്. അത് കാണിക്കുന്നത് എനിക്കിതൊന്നും ഒരു വിഷയമല്ല, നിങ്ങളൊക്കെ എന്ത് കുന്തം വേണമെങ്കിലും ചെയ്തോളൂ, 2 ദിവസത്തെ ഡിസ്കഷൻ ആവും, അത് കഴിഞ്ഞ് മീഡിയയിലൊരു ടോക്ക് വരും, നാളെ ഞാൻ ഇറങ്ങി വരും, മറ്റന്നാൾ തൊട്ട് ഞാൻ വീണ്ടും ഈ പണിക്ക് ഇറങ്ങും. ഇതാണ് സംഭവം. അല്ലെങ്കിൽ ഇതല്ല, ഇതിനപ്പുറം നാണം കെട്ട് വൃത്തികെട്ട രീതിയിൽ ജീവിച്ചവളാണ് ഞാൻ, എനിക്കിതൊന്നും ഒന്നുമല്ല എന്നുള്ളൊരു സാധനം. ഒരു കൈൻഡ് ഓഫ് വൃത്തികെട്ട ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ക്രിമിനൽസിന് വരെ എന്തെങ്കിലുമൊക്കെ ഒരു മൈൻഡ് ഉണ്ടാവും. കാരണം നമ്മൾ ഈ ലോകത്ത് പല കേസുകളും തെളിയിച്ചപ്പം അതിൻ്റെ തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വരെ ഒരു 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 0.1% കുറ്റബോധം അവരിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം വന്നോട്ടെ കേസ്, ഇനിയും വന്നോട്ടെ, എനിക്കിതൊന്നും ഒരു വിഷയമല്ല, ഇന്നും നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റേന്നുമായിട്ട് ഇങ്ങനെ കമ്മോൺ എന്ന് പറഞ്ഞിരിക്കുന്ന ആറ്റിറ്റ്യൂഡ് കടക്കട്ടെ വിടും. മറ്റേ ആൾ പറഞ്ഞിട്ടുണ്ട് ചാറ്റ് കാണിച്ചു കൊടുക്കാം, എന്താ കുറച്ചും കൂടെ മനസ്സിലാക്കട്ടെ എന്ന്. അത് മേ ബി ഉദ്ദേശിച്ചത് ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തി ഈ പെൺകുട്ടിയായി ചാറ്റ് ചെയ്ത സമയത്ത് എന്ത് ചെയ്യാം, ഡിസേബിൾഡ് എന്ന് പറയാൻ പറ്റില്ല, ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നാണല്ലോ, സോറി ഫോർ യൂസിങ് ദാറ്റ് വേർഡ്. ഓക്കെ, ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾ ഈ പെൺകുട്ടിയായി ചാറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചാറ്റിങ് ഉണ്ടാവാം, അതിൽ മോശമായിട്ടുള്ളത് ഉണ്ടാവാം, ഒന്നുണ്ടാവും. അതാണ് കാണിച്ചു കൊടുക്കട്ടെ എന്നുള്ളൊരു സാധനം പറഞ്ഞത്. അപ്പോൾ ഇൻഡയറക്റ്റ്ലി അവർ പറയുന്നത് ആ ചെങ്ങായിക്ക് ഈ പെൺകുട്ടീനോട് ചെയ്തു. മോനെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പെണ്ണാന്ന് കരുതിയിട്ടാണ് അവൻ ചെയ്തത്. ഈ പെണ്ണ് അവനെ അപ്രോച്ച് ചെയ്ത സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ പാവം ഇവനോട് സ്നേഹം തോന്നിയിട്ടാണ് ചെയ്തത്. ഓപ്പോസിറ്റുള്ള പാർട്ട്ണറോട് സ്നേഹം തോന്നുമ്പം ഒരു കാമുകനോ ഓർ കാമുകിയോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ തന്നെ ഇവരോട് സംസാരിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ലോകം കണ്ട അനീതിയായിട്ടുള്ള വൃത്തികെട്ട കാര്യങ്ങളൊന്നും ഇവിടെ ഒന്നും സംസാരിച്ചിട്ടില്ല. അത് യൂഷ്വൽ നിങ്ങൾ ചാറ്റിങ്ങിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരല്ലേ, നിങ്ങൾ എന്തായാലും ഇവനോട് മാത്രമായിരിക്കില്ല, ഇവളെ ഫോട്ടോ വെച്ച് പലരോടും ചാറ്റ് ചെയ്തിട്ടുണ്ടാവും. അവരും ഇതൊക്കെ തന്നെയാണോ പറയുന്നത്? ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു കാമുകി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ തന്നെയാണോ പറയുന്നത്? ആ ചാറ്റ് പുറത്തോട്ടുണ്ട് എന്നെ എക്സ്പോസ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അവള് മുഖം നിന്ന് തന്നില്ലേ, ഇവനെ ചാറ്റ് ചെയ്യാൻ നിന്ന് തന്നില്ലേ, എൻ്റെ അവനോട് നിങ്ങൾ ഇവളെ എന്ത് ചെയ്യാനാണ് റൂമെന്ന് പറഞ്ഞേ? അപ്പം നിങ്ങളുടെയൊക്കെ ജോലി എന്താണ്? ഒരാളെ പിടിച്ചു കൊണ്ടുവരിക, ഒരാളെ പ്രണയം നടിക്കുക, പിടിച്ച് റൂമിൽ കയറ്റുക, ചെയ്യുക, വീഡിയോ അത് നിങ്ങൾ ഷൂട്ട് ചെയ്യുക, അവളെ നിന്ന് തരിക ഷൂട്ടിങ്ങിന്, വീഡിയോ ഷൂട്ട് ചെയ്യുക, എന്നിട്ട് അവരുടെ ഇടയിൽ നിന്ന് പൈസ വാങ്ങി നടക്കുക, അടിക്കുക, ചവിട്ടുക, കുത്തുക. ഇതെന്ത് മാനസിക രോഗമാണോ? നിങ്ങളൊക്കെ പുറത്തോട്ട് ജന്മം തന്ന നിങ്ങളുടെ പാരൻസിന് ഹാർട്ട്സ് ഓഫ് കൊടുക്കണോ? മക്കളെ മര്യാദയ്ക്ക് വളർത്താൻ പറ്റില്ലല്ലേ, മക്കൾ മര്യാദയ്ക്കല്ല ജീവിക്കുന്നതെങ്കിൽ. ഞാൻ ഉദ്ദേശിച്ചത് ചിലപ്പോൾ മനസ്സിലാവും, മനസ്സിലാവില്ല. ചെയ്യേ, ഈ സമൂഹത്തിനും ലോകത്തിനും ആപത്തായി കുറച്ച് എണ്ണങ്ങൾ ഉണ്ടാവരുത്. ഇപ്പോഴത്തെ ഒരു ജനറേഷനെയാണ് ഞാൻ പറയുന്നത്. ഇത്രയും കൈൻഡ് ഓഫ് ആൾക്കാരെടുത്ത് ഇവരുടെ ഇടയിലൊക്കെ ജീവിക്കാൻ തന്നെ പേടിയാവുന്നു. ഇവിടെ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് വല്ല പുറം രാജ്യങ്ങളിലോട്ടൊക്കെ പോയാൽ മതി എന്നൊന്നും. മേ ബി അവിടെ ഇതുണ്ടാവും, എന്നാലും അവിടുത്തെ ആ ഒരു പോലീസുകാരോടുള്ളൊരു പേടി, ഭയം, കേസിനോടുള്ളൊരു പേടി, ജയിലിനോടുള്ളൊരു പേടി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. എൻ്റെ ഡി അഡിക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്ലെയിംസ് കാര്യങ്ങളൊക്കെ എനിക്കും ട്രീറ്റ്മെൻറ്റ് റിലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്.
അവരൊക്കെ അവരാണ് ഈ ചാട്ടവാർ സിസ്റ്റം, ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ കോമൺ ആയിട്ടുണ്ടാകുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അടിക്കുന്ന കാര്യങ്ങൾ, അവിടുത്തെ ജയിൽ, കുനിഞ്ഞു നിൽക്കുന്ന ജയിൽ, ഇതൊക്കെ എന്നോട് ലിറ്ററലി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ജയിലിനെ പറ്റി പറഞ്ഞാൽ എന്ത് സുഖമല്ലേ, 600 റുപ്യ കൂലി, പിന്നെ പൊറാട്ട ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. ഈ തിരുവനന്തപുരം ഒരു ജയിലുണ്ടല്ലോ, അവിടെ നിന്നായിരുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചത് ട്രെയിനിങ്ങിന് പോയ സമയത്ത്. അതാണ് ഡഫണ്ടമായിട്ട് സംസാരശേഷിയും കേൾവിശേഷിയും ഇല്ലാത്തൊരു പയ്യൻ. അയാൾ ഈ പെൺകുട്ടിയുമായിട്ട് ചാറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ചാറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ 5 പേരും കൂടെ ഇവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ച് ഉപദ്രവിച്ചുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. 4 പേര് അറസ്റ്റഡാണ്. 308 പോലുള്ള വകുപ്പാണ് വെച്ചാൽ ഹണി ട്രാപ്പിന്റെ എലമെന്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിനകത്തൊരു കമ്മ്യൂണിക്കേഷൻ, ചാറ്റിങ്, ഇൻസ്റ്റാഗ്രാം വഴി ചാറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള അങ്ങനെ എന്തുകൊണ്ട് ഇതുവരെ ഇപ്പോൾ അത് പ്ലാൻഡ് ആണ്. പരിക്ക് നല്ല പരിക്കുണ്ട്. ബാക്കിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റോടെ വാങ്ങിയാലാണ് ബാക്കിയുള്ള ഇഞ്ചുറിയുടെ ആ ഒരു ഗ്രാവിറ്റി. ഇപ്പോൾ നിലവിലുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ഇനി ഒരാളും കൂടെ അറസ്റ്റാണ്. 5 പ്രതികളാണുള്ളത്. ആന്റിസിഡൻസ് ഉള്ളവരാണ്. ഇതിൽ ഈ ലേഡി ആയിട്ടുള്ള ആൾക്ക് പ്രീവിയസ്ലി ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള 3 പേർക്ക് ആന്റിസിഡൻസ് ഉണ്ട്. താങ്ക് യു. ഹണി ട്രാപ്പാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പ്ലാൻഡ് ആണ്. ഒരു പെണ്ണിൻ്റെ ഫോട്ടോ വെച്ച് ഒരാണ് ചാറ്റ് ചെയ്യുക, എന്നിട്ട് ഇവർ പ്ലാൻ ചെയ്ത് ഒരുത്തനൊരു ഹോട്ടൽ റൂമിൽ എത്തിക്കുക, എന്നിട്ട് അവനെ ഉപദ്രവിച്ച് അവൻ്റെ വീഡിയോ എടുക്കുന്നതിനെ ഹണി ട്രാപ്പ് എന്നല്ലാണ്ട് കോക്കനട്ട് ട്രാപ്പ് എന്നാണോ സാറിൻ്റെ നാട്ടിൽ അറിയപ്പെടുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കേസ് ഫുള്ളാൾ എക്സ്പ്ലെയിൻ ചെയ്തു. എന്നിട്ട് ആൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഹണി ട്രാപ്പാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന്. പിന്നെ ഇത് എന്ത് ട്രാപ്പാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? എന്താ ഇവിടെ വെളുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? പെൺകുട്ടീൻ്റെ മര്യാദയ്ക്ക് ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റൊക്കെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയോ? പെൺകുട്ടീൻ്റെ ഫാമിലിയിലെ വിളിച്ചുകൊണ്ട് പെൺകുട്ടിയുടെ ഹിസ്റ്ററി എടുത്തോ? ഇനി പെൺകുട്ടി ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്നാണ് ഫാമിലി പറയുന്നതെങ്കിൽ ആ ഡി അഡിക്ഷൻ സെൻ്ററിൽ കണക്ട് ചെയ്തോ, അവിടുത്തെ കൗൺസിലറോട് സംസാരിച്ചോ, കേസ് ഫയൽ നോക്കിയോ? ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഇങ്ങനെ ഒറ്റയടിക്ക് വന്നേ അവളെങ്ങനെയും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് പറയാൻ പറ്റുക? ഇനി ചാറ്റ് നോക്കിയാലും നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? മെയിൻ സ്ഥലത്ത് നിന്ന് കാണാമെന്നുണ്ടെങ്കിൽ ഈ ചാറ്റ് നോക്കി അവർ ചാറ്റ് ചെയ്ത് കിട്ടിയാലും ആ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളെ ഉപദ്രവിച്ചതിന് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലേ? ഇവർ 4 ആൾ പ്ലാൻ ചെയ്ത് അങ്ങനെയാണെങ്കിൽ 4 ആൾക്ക് നാളെ മുതൽ ഈ പണിക്ക് ഇറങ്ങിയാൽ പോരെ? പ്ലാൻ ചെയ്യുക, അടിക്കുക, ചവിട്ടുക തെറ്റല്ല, കാരണം ചാറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാൽ പോരെ? എന്നീ നിയമ സംവിധാനം മാറുന്നു, എന്നെങ്ങനെ ഒരാളെ രക്ഷിക്കാനുള്ള എഫേർട്ട് പോലീസുകാരെടുക്കുന്ന മാറി അവൻ ചെയ്ത തെറ്റിനുള്ള പണി അവന് കൊടുക്കുന്നു, അന്നേ ഈ ലോകം രണ്ടാം.